പല ആചാരങ്ങളും വിചിത്രമാണ് അല്ലേ? നമ്മൾ ചുറ്റുമൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആചാരങ്ങളിലെ ഒരു ലോജിക്കില്ലായ്മയും നമുക്ക് മനസ്സിലാവും. പക്ഷേ എങ്കിലും അതൊക്കെ ആചാരങ്ങളാണ്. അതിങ്ങനെ തുടർന്നു പോകുന്നു. ആർക്കും അത് ബുദ്ധിമുട്ടില്ലാത്തടത്തോളം കാലം. മഴ പെയ്യാൻ എന്തെല്ലാം ആചാരങ്ങൾ. വൈശാലി എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ് ഒരു കഥ അല്ലേ? ഋഷ്യശൃംഗനെ കൊണ്ടുവന്ന കഥ. എന്നാൽ മധ്യപ്രദേശുകാരെ ഋഷ്യശൃംഗനെ കൊണ്ടുവരാനൊന്നും പോയില്ല. പകരം അവരോട് ആരോ പറഞ്ഞു, നിങ്ങൾ കഴുതയ്ക്ക് ഗുലാബ് ജാമുൻ കൊടുത്താൽ മഴ പെയ്യും എന്ന് പറഞ്ഞു. കഴുതയ്ക്ക് ഗുലാബ് ജാമുൻ കൊടുത്താൽ മഴ പെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ മധ്യപ്രദേശിൽ മഴ ലഭിക്കാൻ മഴദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കഴുതയ്ക്ക് ഗുലാബ് ജാം നൽകി. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വർഷം മൺസൂണിൽ സാധാരണയിൽ കുറവ് മഴയാണ് മധ്യപ്രദേശിൽ ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് വിചിത്ര ആചാരവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. കഴുതയ്ക്ക് ഗുലാബ് ജാമുൻ കൊടുക്കുക, അതുപോലെ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുക. മധ്യപ്രദേശിലെ ഒരു വിചിത്ര ആചാരം. എങ്ങനെയുണ്ട്? ഗുലാബ് ജാമുൻ, കഴുത, മഴ, ഇത് തമ്മിലുള്ള ബന്ധം എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നു. മാലയിട്ട് നിൽക്കുന്നതാണ് കഴുത. മഴ, കഴുത, ഗുലാബ് ജാമുൻ. അതിൽ പാലോടുണ്ട്. അതിൽ പാലോട് കഴുതകൾക്ക് ഗുലാബ് ജാമുൻ കൊടുക്കുന്നതാണ്. എന്താ പറയല്ലേ, പല പല ആചാരങ്ങൾ. പക്ഷേ എത്ര ആലോചിച്ചിട്ടും ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം പിടികിട്ടുന്നില്ല. ഗുലാബ് ജാമുൻ, കഴുത, മഴ. എന്താണ് ഇങ്ങനെ ഒരു വിചിത്ര ആചാരത്തിന് പിന്നിൽ? വേറെ ഒരിടത്തും കേട്ടിട്ടില്ലല്ലേ അതിൽ പാലോട്? ഉറപ്പായി അരുൺകുമാർ പറഞ്ഞത് നന്നായി. കഴുത ഏതാണ് മനുഷ്യൻ ഏതാണെന്ന് പറഞ്ഞു കൊടുത്തത് നന്നായി എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് കഴുത എന്ന ആളുകൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. പഴയൊരു ആചാരം എന്നാണ് മനസ്സിലാക്കുന്നത്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ തലസ്ഥാന നഗരത്തിൽ തന്നെയാണ് ഒരു ഭാഗത്ത് കുറെ നാട്ടുകാർ ചേർന്ന് കഴുതയെ പൂമാലയിട്ട് കൊണ്ടുവരുന്നു. പിന്നീട് ഗുലാബ് ജാം കടയിൽ നിന്ന് വാങ്ങി ഈ കഴുതകളെ തീറ്റിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങനെ കൊടുത്താൽ മഴദേവൻ പ്രീതിപ്പെടും എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. ഇതിന്റെ ഒരു യാദൃച്ഛികമെന്ന് പറയട്ടെ, ഇപ്പോൾ പുതിയ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത് മധ്യപ്രദേശിൽ വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തമാകും എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇവർ വിചാരിക്കുക ഗുലാബ് ജാം കൊടുത്തതുകൊണ്ടാണ്, കഴുതയ്ക്ക് ഗുലാബ് ജാം കൊടുത്തതുകൊണ്ട് മഴദേവൻ പ്രീതിപ്പെട്ടു എന്ന വിശ്വാസമായിരിക്കും. സ്വാഭാവികമെന്ന നിലയിൽ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന മുന്നറിയിപ്പ് മധ്യപ്രദേശിൽ മഴ കൂടും എന്നുള്ളതാണ്. നിലവിൽ മഴ കുറവാണ്. എൽനിനോ പ്രതിഭാസമാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണമെന്ന് നമുക്ക് സാങ്കേതികമായി ശാസ്ത്രീയമായി പറയാൻ സാധിക്കും. പക്ഷെ അവരങ്ങനെയല്ല വിശ്വസിക്കുന്നത്. മഴദേവന്റെ പ്രശ്നമാണ് ഇതെല്ലാം എന്ന് കരുതുന്നവരാണ് മഴദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കഴുതയ്ക്ക് ഈ ഗുലാബ് ജാമുൻ നൽകിയത്. ഇപ്പോൾ മഴ പെയ്യും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അരുൺകുമാർ, ഓക്കെ. മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു പുണ്യകർമ്മമാണ് എന്നൊരു പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്നാലും മാഷേ, കഴുതയ്ക്ക് ഗുലാബ് ജാമുൻ കൊടുത്തിട്ട് മഴ പെയ്യിക്കാനുള്ള ഒരു ലോജിക്ക് എങ്ങനെയായിരിക്കും? ഇനി കഴുതകൾക്ക് ഇതേപോലെ ഒരു വാർത്താ സംരക്ഷണ സംവിധാനം ഉണ്ടെങ്കിൽ ആ കഴുതകൾ അത് എങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യുക? എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കഴുത ആരായിത്തീരും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതെല്ലാം കൗതുകമുള്ള കഥയാണ്. അപ്പോൾ ആ മാലയിട്ടുണ്ടായിരുന്നതാണ് കഴുത. അപ്പോൾ കഴുത ഗുലാബ് ജാമുൻ ഒക്കെ കഴുത കഴിക്കൂ. ഈ മധുരം എന്ന് പറയുന്നത് പല ജീവികൾക്കും തിരിച്ചറിയാൻ പറ്റില്ല. പല ജീവജാലങ്ങൾക്കും മധുരത്തോട് വലിയ പ്രീതിയുമില്ല. എന്നാൽ ചില ഉറുമ്പുകൾക്കൊക്കെ മധുരത്തോട് പ്രീതി ഉള്ളതുപോലെ കഴുതയ്ക്കുണ്ടോ അറിയില്ല. കഴുതയ്ക്ക് മറ്റ് സസ്യാഹാരങ്ങളൊക്കെ അല്ലേ കൊടുക്കുക, അല്ലാതെ മനുഷ്യൻ തിന്നുന്ന സാധനങ്ങളൊക്കെ കഴുതയ്ക്ക് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കാണത് ഗുലാബ് ജാമുൻ. കഴുതയെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലുമൊക്കെ തിന്നണമല്ലോ എന്നായിരിക്കും അല്ലേ? എന്നിട്ട് മഴ പെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ മഴ മധ്യപ്രദേശിൽ തീർത്ത് പെയ്താലോ? ഈ ആൾക്കാരൊക്കെ പറയും അതല്ലേ, ഗുലാബ് ജാമുൻ കൊടുത്തു കഴുതയ്ക്ക് മഴ പെയ്തു എന്ന് പറയും. ഗുലാബ് ജാമുൻ, മഴ, കഴുത, ഒരു പിടിയും കിട്ടും.